കാര്യമായിട്ട് ഈ കാളപൂട്ട് ഉണ്ടാക്കുന്നത് തന്നെ പാവങ്ങളെ സഹായിച്ചാനാണ്. കാളൂട്ട് എവിടെ ഉണ്ടോ അത് പാവങ്ങളെ സഹായിച്ചാന്നില്ലാണ് ഇതിന്റെ ലക്ഷ്യം. വേറൊരു ലക്ഷ്യമൊന്നുമില്ല. മുതലാളിമാരാണുള്ളത്, പൈസ ഉള്ളവനാണുള്ള കാളൂട്ടാ പോയി. നമ്മൾക്ക് പൈസ ഇല്ല കേട്ടോ. നമ്മള് പിന്നെ ഈ കുട്ടി ഇത് പഠിച്ചോണ്ട് ഇതുമൊന്ന് വേറിടാനാവില്ല വിചാരിച്ചാണ്ട് ഇതുമ്മ കൂടിയതാ. ഇനി ഓൻ പഠിച്ച് അങ്ങനെയാണ് പോയി. ഇപ്പൊ ഇവിടെ കൂട്ടിക്കാർ 2-3 ആളുള്ളൂ ആകെ. ഇതുമ്മക്ക് ആരും വരുന്നില്ല, ഈ കാളൂട്ടിക്ക് ആരും വരുന്നില്ല. അപ്പൊ ഇതുമ്മ കയറാനൊക്കെ പേടിക്കാരാണ്. ഇതുമ്മ കയറിയ വീണളും എന്നില്ല പേടിയാണ്. ഇത് ഇവന് പിന്നെ ആ വിഷയം തന്നെ അല്ല. അപ്പൊ അങ്ങനെ ഓന്റെ ധൈര്യം വന്നപ്പോ ഞമ്മക്കൊന്ന അങ്ങനെയാണ് പോവാന്നില്ലേ. ഓനൊരു തൊഴിലായല്ലോ. ഓനെ ഇപ്പോ മറ്റേ എന്താണ് ബാലപീഡനം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടല്ലോ, ബാലവേല ജയിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഓഫീസർ വന്നിനി മലപ്പുറത്ത് ഇവന്റെ അടുത്തേക്ക്. ഞാനൊന്നും അവിടെ അല്ല. ഇവ എടുത്തേക്ക് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ഔത്തുകയറ്റി ചായയൊക്കെ കൊടുത്ത് കുടിച്ച് ഒരു പെണ്ണേനി. അപ്പോൾ ഞാനൊരു പണിയെടുത്ത് തിന്നണി നിങ്ങൾ അയക്കൂല ചോദിച്ചു. അപ്പൊ പറഞ്ഞു എനിക്ക് ഇതൊരു തൊഴിലായിട്ട് കൊണ്ടുപോകുന്നില്ല അഭിപ്രായം തന്നെയാണ് ചോദിച്ചവനോട്. ഞാൻ ഇതൊരു എനിക്കൊരു തൊഴിൽ പഠിച്ചാണ്, അത് ഇങ്ങോട്ട് കുടിക്കോട്ട് കൊണ്ടുവരലില്ല, അത് കിട്ടണമൊക്കെ ചാരിറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്ന പറഞ്ഞു. അതിലും ഉപദേശം എന്താ എന്റെ ഉറച്ച തീരുമാനമാണ് ചോദിച്ചു. തീരുമാനമാണ് പറഞ്ഞു പോലെ പോയി.